ഹലോ, ഇത് കോൺവോൾ ട്രിപ്പ് സീരീസിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു. കാരണം ഏകദേശം ഒരു 4-5 മണിക്കൂർ നീണ്ട ഡ്രൈവ് ഉണ്ടായിരുന്നു കോൺവോളിലേക്ക്. രാവിലെ തന്നെ നല്ല ചൂടുള്ള കാപ്പിയും നമ്മുടെ കുറച്ച് ഫേവറേറ്റ് പാട്ടുകളും അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള എക്സൈറ്റ്മെൻറ്റും ഇത്രയൊക്കെ പോരെ നമ്മുടെ ഒരു ജേർണി ബ്യൂട്ടിഫുൾ ആക്കാനായിട്ടല്ലേ. പ്രതീക്ഷിച്ചതിൽ നേരത്തെ തന്നെ പുറപ്പെട്ടതിനാൽ വഴിയിൽ അധികം പ്ലാൻ ചെയ്യാത്ത ഒരിടത്ത് ഇറങ്ങാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതാണ് പ്രശസ്തമായ ചെഡാർ ഗോർജ്. സോമർസെറ്റിലുള്ള ഒരു വലിയ ലൈം സ്റ്റോൺ ഗോർജാണിത്. എത്ര കണ്ടാലും മതിവരാത്ത ഒരു സ്ഥലം. ചെഡാർ ഗോർജിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 300 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കടലിനടിയിൽ രൂപപ്പെട്ടതാണ് ഈ ചുണ്ണാമ്പ് കല്ലുകൾ. പിന്നെ ഈ മലയുടെ ഇടയ്ക്കുള്ള ഈ വിള്ളലുകൾ അതുണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ദശലക്ഷം വർഷം മുമ്പ് അവസാനത്തെ ഐസ് ഏജിൽ മഞ്ഞുരുകിയ വെള്ളം ഈ മലയിടുക്കിലൂടെ ഒഴുകിയാണ് ഈ വിള്ളലുകൾ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 1903 ഇവിടുത്തെ ഗുഹകളിൽ വെച്ച് ഏകദേശം ഒരു 900 വർഷം പഴക്കമുള്ള ചെഡാർമാൻ എന്ന ബ്രിട്ടനിലെ ഏറ്റവും പഴയ മനുഷ്യൻ്റെ പൂർണ്ണമായ അസ്ഥികൂടം ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നു ഇവിടുത്തെ ചരിത്ര കഥകൾ. കുറച്ചധികം ഹിസ്റ്ററി ക്ലാസ് ആയി പോയെങ്കിൽ ക്ഷമിക്കണം. ഈ റോഡിലൂടെയുള്ള ഡ്രൈവിംഗ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ത്രില്ലാണ്. അപ്രതീക്ഷിതമായിട്ട് നമ്മളെ തേടിയെത്തുന്ന കാഴ്ചകൾക്കാണ് യാത്രകളിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളതെന്ന് പറയുന്നത് സത്യമാണ്. സമയം അധികം ഇല്ലാത്തതിനാൽ വണ്ടി നിർത്തി പ്രധാന കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട ശേഷം ഉടൻ തന്നെ ഞങ്ങൾ മടങ്ങി. കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഇവിടെ ചെലവഴിക്കാനുണ്ട്. അടുത്ത ഒരു യാത്രയിൽ തീർച്ചയായും ഇതിൻ്റെ ഗുഹകളും മലയിടുക്കുകളും ഒക്കെ വിശദമായിട്ട് കാണണമെന്ന് ഉറപ്പിച്ചിട്ട് ഇവിടുന്ന് യാത്ര തിരിച്ചു. ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ കോൺവോളിലെ ബോട്ട്മിനിലെത്തി. ഞങ്ങൾ ഹോട്ടലായിരുന്നില്ല ബുക്ക് ചെയ്തത്, ഒരു സാധാരണ കോട്ടേജ് ആയിരുന്നു. ഒരു വീടിൻ്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ. ഇത്രയും യാത്ര ചെയ്തു വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഒരു ചായ കുടിച്ച് 1 മണിക്കൂർ കിടന്നപ്പോൾ തന്നെ യാത്രാക്ഷീണമെല്ലാം പമ്പ കടന്നു. ഈ വീടിൻ്റെ വീഡിയോ ചെന്നപ്പോൾ തന്നെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. യാത്രാക്ഷീണം കാരണം അതിനൊന്നും നിന്നില്ല. ഇത് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം എടുത്ത വീഡിയോ ആണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയായിരുന്നു നമുക്ക് ഈ പ്രോപ്പർട്ടി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹോംലി ഫീലും ഉണ്ടായിരുന്നു. ഇനി ഔദ്യോഗികമായി കോൺവോൾ പര്യടനം തുടങ്ങാം. നേരെ പോയത് ടിൻഡാജൽ കാസിലിലേക്കാണ്. വടക്കൻ കോൺവോൾ തീരത്തെ കടലിനാൽ ചുറ്റപ്പെട്ട ഒരു പാറക്കെട്ടിൽ തലയുയർത്തി നിന്നിരുന്ന ഈ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ആർത്തർ രാജാവിൻ്റെ ഐതിഹ്യങ്ങളാൽ പ്രശസ്തമാണ്. 13-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതെങ്കിലും അതിന് എത്രയോ മുമ്പ് മെഡിറ്ററേനിയനുമായി കച്ചവടം നടത്തിയിരുന്ന കേന്ദ്രമായിരുന്നു ഇവിടം. ചരിത്രവും അതുപോലെ തന്നെ ഐതിഹ്യങ്ങളും സമ്മേളിക്കുന്ന ഈ സ്ഥലങ്ങളിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പാർ ബീച്ചിലേക്കാണ്. വളരെ സൈലൻ്റായ അതുപോലെ തന്നെ നല്ല വിശാലമായ ഒരു ബീച്ച്. കുറച്ച് സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് അക്കോമഡേഷനിലേക്ക് പോയി. അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കുക്ക് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവേശകരമായ കോൺവോൾ ട്രിപ്പിൻ്റെ 1-ാം ദിവസം ചരിത്രവും സന്തോഷവും അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യം എല്ലാം നിറഞ്ഞ വളരെ നല്ലൊരു ദിവസമായിരുന്നു. കോൺവോളിലെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.